ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. മെമ്മോറിയൽ ഡേ വാരാന്ത്യത്തിലെ ശനിയാഴ്ച രാത്രിയിൽ ഇത്രയധികം ആളുകൾ വന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. വന്ന എല്ലാവർക്കും നന്ദി. റിസപ്ഷനിൽ നിങ്ങളിൽ പലരെയും കാണാനും സംസാരിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. എന്നാൽ ഇന്ന് രാത്രി ചിലരെ കണ്ടിട്ടില്ല. അവരോട് ഹലോ പറയുകയും ഈ സാന്നിധ്യത്തിലുള്ള എൻ്റെ നന്ദി അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് സെപ്റ്റംബർ 11 സ്മാരകത്തിലേക്കായിരുന്നു. തീർച്ചയായും അതൊരു വേദനാജനകമായ നിമിഷമായിരുന്നു. പക്ഷേ അതിന് വളരെ ശക്തമായ ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു. ക്രൂരമായ തീവ്രവാദ ആക്രമണത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുന്ന ഒരു നഗരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റൊരു തീവ്രവാദ ആക്രമണം നടന്ന ആഴ്ചയിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. യുഎസിനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതൽ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊരു പൊതുവായ ഓർമ്മപ്പെടുത്തലാണ്. പ്രശ്നത്തെക്കുറിച്ചുള്ള ബോധം മാത്രമല്ല, ഇരകളോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ വികാരം കൂടിയാണ്. സെപ്റ്റംബർ 11 ആക്രമണത്തിൽ ഇരകളായവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. എൻ്റെ സഹപ്രവർത്തകൻ എന്നെ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവ ഇന്ത്യക്കാരനും സെപ്റ്റംബർ 11 ഇരയായിരുന്നു. ഇന്ത്യക്കാരും അമേരിക്കക്കാരും മറ്റു പല രാജ്യക്കാരും ഈ ആക്രമണത്തിൽ ഇരകളായിട്ടുണ്ട്. ഇത് ഒരു ആഗോള പ്രശ്നമാണ്. ഇതൊരു മഹാമാരിയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഇതിനെതിരെ പോരാടണം. ഈ ആക്രമണം നടത്തിയവരും അവർക്ക് ധനസഹായം നൽകുന്നവരും പരിശീലനം നൽകുന്നവരും അവരെ സജ്ജീകരിക്കുന്നവരും നയിക്കുന്നവരും ഒരു പാഠം പഠിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത് ആവർത്തിച്ചാൽ ഞങ്ങൾ നിശബ്ദരായി ഇരിക്കില്ലെന്ന് ലോകത്തോട് അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് നിസ്സംഗതയ്ക്കുള്ള സമയമല്ല, മറിച്ച് പരസ്പര ശക്തിക്കും പരസ്പര ഐക്യദാർഢ്യത്തിനും വേണ്ടിയുള്ള സമയമാണെന്ന് ലോകം മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ ക്രൂരത ചെയ്തവരെ വേട്ടയാടുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കില്ല, തരൂർ പറഞ്ഞു. ഈ ഭീകരർ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ സുരക്ഷിത താവളങ്ങൾ എവിടെയാണ്? അവർക്കുള്ള പരിശീലനം, സജ്ജീകരണം, ധനസഹായം, മാർഗനിർദ്ദേശം, ആയുധം, നിർദ്ദേശം എന്നിവ എവിടെയാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭീകരരെ മാത്രമല്ല, അവരെ സജ്ജരാക്കുന്നവരെ കൂടി പട്ടികപ്പെടുത്തി ഉപരോധം ഏർപ്പെടുത്തണമെന്നും തരൂർ യുഎന്നോട് ആവശ്യപ്പെട്ടു. ഭീകരവാദത്തിനെതിരായി ഇന്ത്യയുടെ പോരാട്ടം തുടരും. നയതന്ത്രം, അന്താരാഷ്ട്ര രേഖകളുടെ നിർമ്മാണം എന്നിവയിൽ മാത്രം ഒതുങ്ങാൻ പോകുന്നില്ല. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഞങ്ങൾ ഉപയോഗിക്കും. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എത്ര രൂക്ഷമാണെന്ന് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കാൻ യുഎസിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവും സജീവമായി ഇടപെടണമെന്ന് തരൂർ അഭ്യർത്ഥിച്ചു. നിങ്ങൾ ഈ രാജ്യത്ത് വളരെ സ്വാധീനമുള്ള ഒരു പ്രവാസി സമൂഹമാണ്. നിങ്ങൾ ഇവിടുത്തെ പൊതുജീവിതത്തിൽ സജീവമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാണ്. എന്താണ് സംഭവിക്കുന്നതെന്നും അത് എത്രത്തോളം തെറ്റാണെന്നും ഈ രാജ്യത്തെയും പൊതുജനാഭിപ്രായത്തെയും രാഷ്ട്രീയ അഭിപ്രായത്തെയും ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നവരാണ്. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണ്. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ദയവായി ബോധ്യപ്പെടുത്തുക. ഞാൻ സർക്കാരിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പഹൽഗാം ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ശക്തമായി ആക്രമിക്കാനും ബുദ്ധിപൂർവ്വം ആക്രമിക്കാനുമുള്ള സമയമായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇന്ത്യ ചെയ്തതെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നും തരൂർ വ്യക്തമാക്കി. ഞങ്ങൾക്കൊന്നും ആരംഭിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ തീവ്രവാദികൾക്ക് ഒരു സന്ദേശം അയക്കുകയായിരുന്നു. നിങ്ങൾ ആരംഭിച്ചു, ഞങ്ങൾ മറുപടി നൽകി. നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ നിർത്തുന്നു. ഇന്ത്യയുടെ ലക്ഷ്യം യുദ്ധമല്ല, സമാധാനവും സാമ്പത്തിക വളർച്ചയുമാണ്. വർഷങ്ങളായി ഇന്ത്യ നയതന്ത്ര നടപടികൾ പരീക്ഷിച്ചിട്ടും കാര്യമായ വിജയമൊന്നും ലഭിച്ചില്ല. ഇപ്പോൾ നടപടിയെടുക്കാൻ നിർബന്ധിതരായി. എല്ലാം പരീക്ഷിക്കപ്പെട്ടു. പാകിസ്ഥാൻ തീവ്രവാദികളെ പ്രോസിക്യൂട്ട് ചെയ്തില്ല. ആ രാജ്യത്തെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. സുരക്ഷിത താവളങ്ങളുടെ സാന്നിധ്യം തുടരുന്നു. അതിനാൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതാണ്. നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് തിരികെ ലഭിക്കും. ഈ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ കൃത്യതയോടെയും ഒരു പരിധിവരെ സംയമനത്തോടെയും ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ആ അവകാശം പ്രയോഗിച്ചു. ഞങ്ങൾ അത്ര നിരുത്തരവാദിത്തമായിട്ടല്ല ചെയ്തത്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകാൻ ആഗ്രഹിച്ച സന്ദേശം എന്നുകൂടി തരൂർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ സുഖമായിരുന്ന് ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശശി തരൂർ. അങ്ങനെ ചെയ്യുന്നവർ അതിന് വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു.
ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സംഘടിപ്പിച്ച ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ തെരഞ്ഞെടുത്ത പ്രമുഖരായും പ്രമുഖ മാധ്യമങ്ങളിലെയും തിങ്ക് ടാങ്ക് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ എത്തിയതായിരുന്നു തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം. അതിർത്തി കടന്നെത്തി ഇന്ത്യക്കാരെ കൊന്നിട്ട് വെറുതെ പോകാൻ ആരെയും അനുവദിക്കില്ലെന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള പുതിയ രീതി. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. തീവ്രവാദികൾക്ക് കൃത്യമായ സന്ദേശമാണ് നൽകിയത്. രാജ്യത്തിൻ്റെ പുരോഗമനത്തിനും സാങ്കേതിക വളർച്ചയിലുമാണ് ഞങ്ങളുടെ ശ്രദ്ധ. ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും അവരെ 21-ാം നൂറ്റാണ്ടിൻ്റെ അവസരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്താനുമാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത്. ഇന്ത്യ നിരന്തരം എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ഭീകരരെ ശിക്ഷിക്കാനോ അവരുടെ താവളങ്ങൾ ഇല്ലാതാക്കാനോ പാകിസ്ഥാൻ ചെറുവിരൽ അനക്കിയിട്ടില്ല. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്. ആ അവകാശം രാജ്യം വിനിയോഗിച്ചു, തരൂർ പറഞ്ഞു. നേരത്തെ സെപ്റ്റംബർ 11 സ്മാരകം സന്ദർശിച്ച പ്രതിനിധി സംഘം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തരൂർ നയിക്കുന്ന സംഘത്തിൽ സർഫറാസ് അഹമ്മദ്, ഗന്ധി ഹരീഷ് മധുർ ബാലയോഗി, ശശാങ്ക് മണി ത്രിപാഠി, ഭുവനേശ്വർ കലിത, മിലിത് ദിയോറ, തേജസ്വി സൂര്യ എന്നിവരാണ് ഉള്ളത്. ഞായറാഴ്ച അമേരിക്കയിൽ നിന്ന് പ്രതിനിധി സംഘം ഗയാനയിലേക്ക് തിരിച്ചു. പനാമ, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളും സംഘം സന്ദർശിക്കും. ജൂൺ 3 യു.എസിലേക്ക് മടങ്ങും.